ഹായ്, വെൽക്കം ടു സനി തോട്ട്സ്. മയിലുകളെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അല്ലേ? കാരണം മയിലുകളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി, ഒരു ഹാപ്പിനെസ്സുമാണ് പൊതുവെ എല്ലാവർക്കും തോന്നാറുള്ളത്. എന്നാൽ മയിലുകളെ നമ്മുടെ വാസസ്ഥലങ്ങളിൽ കാണുന്നത് എന്തെങ്കിലും ഒരു ദുസൂചനയുടെ തുടക്കമാണോ? നമുക്ക് നോക്കാം. 1933 പ്രശസ്തനായ പക്ഷി നിരീക്ഷകൻ സലീം അലിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സർവേ പ്രകാരം കേരളത്തിൽ മയിലുകൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ മയിലുകളുടെ എണ്ണത്തെക്കുറിച്ച് അറിയാനായിരുന്നു ആ സർവേ. എന്നാൽ ആ സർവേയിൽ നമുക്ക് കേരളത്തിന്റെ ഒരു ഭാഗങ്ങളിലും മയിലുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഏകദേശം ഒരു 30 വർഷത്തിന് ശേഷം 1963 നടന്ന മറ്റൊരു സർവേയിലാണ് മയിലുകളുടെ പ്രസൻസ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതും തിരുവനന്തപുരം, കൊല്ലം, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിൽ മാത്രം. എന്നാൽ ഇപ്പോൾ കഥ മാറ്റമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും, പാലക്കാട്, ഇടുക്കി തുടങ്ങി എറണാകുളത്തിന്റെ പെരുമ്പാവൂർ പോലുള്ള പ്രദേശങ്ങളിൽ പോലും മയിലുകളുടെ സാന്നിധ്യം കാണപ്പെടുന്നുണ്ട്. ഇതെന്താണ് ശരിക്കും സൂചിപ്പിക്കുന്നത്? മയിലുകൾ സത്യത്തിൽ ഒരു ഉഷ്ണകാല പക്ഷികളാണ്. അതായത് അവരുടെ വാസസ്ഥലം ഒരുപാട് വെള്ളത്തിന്റെ പ്രസൻസ് ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മണ്ണുള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവികളാണ് മയിലുകൾ. അതുകൊണ്ട് തന്നെ മയിലുകൾ കാട്ടിന്റെ ഉൾപ്രദേശങ്ങളിലല്ല, കാടിന്റെ തുടക്ക ഭാഗങ്ങളിൽ, പൊന്തക്കാടുകളും കുറ്റിച്ചെടികളുമുള്ള തുടക്ക ഭാഗങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മയിലുകൾ. പൊതുവെ വെള്ളത്തിന്റെ സാന്നിധ്യം അധികമില്ലാത്ത പ്രദേശങ്ങളാണ് ഇവരുടെ വാസസ്ഥലം. അപ്പൊ ഇത്തരത്തിൽ മയിലുകൾ നമ്മുടെ വാസസ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ എന്താണത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ നമ്മുടെ പ്രദേശങ്ങളും ഇതേപോലെ ഡ്രൈ ലാൻഡായി മാറുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണ് മയിലുകളുടെ ഈ കടന്നുവരവ് എന്നാണ് വലിയ വലിയ പഠനങ്ങൾ പറയുന്നത്. മയിലുകളുടെ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള ഈ കടന്നുവരവ് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കൃഷിക്കാരാണ്. അറിയാമല്ലോ, അവരുടെ കൃഷിയിടങ്ങളിൽ മയിലുകൾ വന്ന് കൃഷി വിളകളെല്ലാം തിന്നുകയും അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യുന്നതായിട്ട് പല കൃഷിക്കാരും, പ്രത്യേകിച്ച് പാലക്കാട് ഭാഗങ്ങളിലെ കൃഷിക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മയിലുകളുടെ ഈ കടന്നുവരവിനോടൊപ്പം ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് കുറുക്കന്മാരുടെ ഡിസപ്പിയറൻസ്. 2013 അവസാനമായി കേരളത്തിൽ ഒരു സ്ഥലത്ത് കുറുക്കനെ കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ഒരു 12 കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ എവിടെയും കുറുക്കനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതും ഒരു അപകട സൂചന തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മയിലുകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നേരെ വിപരീതമാണ് കുറുക്കന്മാരുടെ ആവാസ വ്യവസ്ഥ. കൂടുതൽ കാടുകളുള്ള തണുപ്പുള്ള പ്രദേശങ്ങളാണ് കുറുക്കന്മാർക്ക് വാസയോഗ്യമായി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിവിലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ കാടുകളും മറ്റും വെട്ടിത്തെളിക്കപ്പെടുന്നത് കുറുക്കന്മാർ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതിന് കാരണമായി പഠനങ്ങൾ പറയും. അപ്പോൾ ഈ മയിലുകളുടെ വരവും കുറുക്കന്മാരുടെ ഡിസപ്പിയറൻസും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ലാൻഡിന്റെ മാറ്റത്തെയാണ്. നമ്മുടെ നാട് കൂടുതൽ ചൂടിനെ ഇനി വരും കാലങ്ങളിൽ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൂചന തന്നെയാണ് ഇവ രണ്ടും. ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡേറ്റ്സിന്റെ കൾട്ടിവേഷൻ. അറിയാമല്ലോ, ഡേറ്റ്സ് എന്ന് പറയുന്ന സാധനം നമുക്കൊരു 48 ഡിഗ്രി ചൂടുള്ള, നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഒന്നാണ്. ഇത്തരം ചൂടുള്ള പ്രദേശങ്ങൾ രാത്രിയാകുമ്പോൾ ശരിക്കും തണുപ്പാവും. അതുകൊണ്ടാണ് അറബി രാജ്യങ്ങളിൽ ഇതിന്റെ കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. എന്നാൽ റീസെന്റ് കേരളത്തിലും ഇതിന്റെ കൃഷി പല സ്ഥലങ്ങളിൽ നടക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നു. നമ്മുടെ കേരളം തന്നെ ശ്രദ്ധിച്ചറിയാം, പകൽ സമയം വളരെ ചൂടും രാത്രി സമയം ഭയങ്കര തണുപ്പുമാണ്. നമ്മുടെ ഒരു നോർമലി ഹാബിറ്റേഷന് ഈ ഒരു ക്ലൈമറ്റ് പലപ്പോഴും പല രീതിയിലുള്ള അസുഖങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. ഇത് എല്ലാം കൊണ്ടും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളം വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് ക്ലൈമറ്റിന്റെ കാര്യത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ചൂടിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്, സാഹചര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇതിനകത്ത് മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ എടുക്കേണ്ട ഒരു ഇനിഷ്യേറ്റീവ്, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ഗാന്ധി ജയന്തി വന്നാലോ ഒരു ലോക വനദിനത്തിന്റെ അന്ന് ഒരു 2 ചെടി നട്ടാലോ മാത്രം തീരുന്നതല്ല നമ്മൾ എടുക്കേണ്ട ഇനിഷ്യേറ്റീവ്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും ഇവിടെ സർവൈവലിന് സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലെ മയിൽ, കുറുക്കൻ, ഡേറ്റ്സ് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മൾ വലിയ മുഖവരയ്ക്ക് എടുക്കില്ല. കാരണം മനുഷ്യന് സംഭവിക്കുമ്പോൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ഉൾപ്പെടെ, നിങ്ങളുൾപ്പെടെയുള്ള സമൂഹം വേണ്ട രീതിയിൽ തീരുമാനങ്ങൾ എടുത്താൽ, മുഖവരയ്ക്ക് എടുത്താൽ മാത്രമേ നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും ഇവിടെ സർവൈവലുള്ളൂ. ഗാഡ്ഗിൽ പഠനം പ്രകാരം നമ്മുടെ വെസ്റ്റേൺ ഗാട്സ് അപകടത്തിലാണ്. വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്ന പർവ്വതനിരയ്ക്ക് കേരള സമൂഹത്തിലുള്ള പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് വേണ്ട വെയില്, മഴ എല്ലാം തീരുമാനിക്കുന്നത് വെസ്റ്റേൺ ഗാട്സ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നഗരവൽക്കരണം, ഡെവലപ്മെന്റ് എല്ലാം സംഭവിക്കുമ്പോൾ ഇവയ്ക്കെല്ലാം വേണ്ട, പ്രകൃതിക്ക് വേണ്ട എല്ലാ പരിഗണനയും കൊടുത്താൽ പ്രകൃതിയും നമുക്ക് വേണ്ട പരിഗണന തിരിച്ചു തരുമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.